ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാഹനം ഓടിക്കാനായിട്ട് കുറച്ചു പഠിച്ച ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് കാർ ഡ്രൈവിംഗിന്റെ ബേസിക് പഠിച്ചിട്ട് ഡ്രൈവിംഗ് പഠനം ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കാർ ഡ്രൈവിംഗ് കുറച്ചെങ്കിലും പഠിച്ച ഒരാളാണോ? ഡ്രൈവിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടോ? എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന രീതി ഈ ഒരു മെത്തേഡിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന മെത്തേഡിൽ നിന്ന് ചെറിയൊരു മാറ്റം നിങ്ങൾ പഠനത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാറ് മനോഹരമായിട്ട് ഓടിക്കാനായിട്ട് കഴിയും. അത്തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ കാല് ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു. ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. വണ്ടിയുടെ താക്കോല് ഓൺ ചെയ്യുന്നു. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു തുടക്കക്കാരൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഞാൻ സ്റ്റിയറിംഗ് തിരിച്ച് വാഹനം ഇവിടെ എടുക്കുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങോട്ട് എടുക്കുന്നു. എടുത്തതിന് ശേഷം നമ്മൾ വണ്ടി പതിയെ നേരെയാക്കി നമ്മൾ വാഹനം ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുന്നു. എന്നിട്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് തുടക്കക്കാര് ഡ്രൈവ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ തന്നെ എന്ത് ചെയ്യും, ദീർഘദൂരം കുറേ സമയം ഇങ്ങനെ ഓടിക്കും. ഇപ്പൊ ഇവിടെ മുന്നിലായിട്ടുണ്ട്, ഇവിടെ ഒരു കയറ്റമുണ്ട്. അപ്പൊ ഇനി കയറ്റം നമുക്ക് സെക്കൻഡ് ഗിയറിൽ പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഗിയർ ആണ് നല്ലതെന്ന് കരുതി എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയറിൽ തന്നെ ദീർഘദൂരം ഇങ്ങനെ ഓടിക്കും. ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്താൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വാഹനം എടുത്തു കഴിഞ്ഞാൽ ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ ഫസ്റ്റിൽ നിന്ന് എടുത്ത് നമുക്ക് സെക്കൻഡ് കൊടുക്കാനായിട്ട് കഴിയും. അപ്പൊ സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു സ്പീഡ് ആക്കുക. ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുക. എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ കുറയ്ക്കുന്നു അപ്പോൾ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതായത് സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ ലാഗ് വരുത്തരുത്. നിങ്ങളിൽ പല ആൾക്കാരും ഈ സെക്കൻഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ലാഗ് വരും. ഇനി സെക്കൻഡ് കൊടുത്തിട്ട് വീണ്ടും തേർഡ് ഇടാനായിട്ട് പലരും മടി കാണിക്കും. കാരണം സെക്കൻഡ് ഗിയറിൽ പിന്നെ സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയറിൽ തന്നെ പോകും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്, സ്ട്രെയിറ്റ് റോഡാണ്, ഇനി സെക്കൻഡ് തന്നെ അങ്ങനെ പൊക്കോളും. അപ്പം അത് നിങ്ങൾ മാറ്റണം. സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയറും കൂടി ഇടുക. അങ്ങനെ മൂന്നാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതിക്ക് ഒരു ചേഞ്ച് വരും. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു അങ്ങ് ഓടിച്ചു പോകും. കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മതി, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഒരു പഠനത്തിലേക്ക് പലരും പോകത്തില്ല. നിങ്ങൾ ആദ്യം ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ഫസ്റ്റ് കൊടുക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ, വാഹനം മുന്നോട്ട് ഫസ്റ്റിൽ എടുക്കാനായിട്ട് നിങ്ങൾ പഠിച്ചു, പിന്നെ സെക്കൻഡ് കൊടുക്കാനും നിങ്ങൾ പഠിച്ചല്ലോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അടുത്തത് പഠിക്കാനായിട്ട് തയ്യാറാണ്. അല്ലെങ്കിൽ അടുത്തത് പഠിച്ചത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾ ഓൾറെഡി ചെയ്യാനായിട്ട് കഴിയണം. അത് ഏതൊക്കെയാണ്? നമ്മൾ തേർഡ് ഗിയർ കൊടുക്കണം. തേർഡ് ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും ഇതൊരു സ്പീഡ് ഗിയർ ആയിട്ട് അല്ലെങ്കിൽ വാഹനത്തിന് വേഗത ചവിട്ടി കൊടുത്തു പോകേണ്ട ഒരു ഗിയർ ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കരുത്. ഇപ്പൊ തേർഡ് ഗിയറിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 25-30 കിലോമീറ്റർ വേഗതയിലും ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് വരാം. ഇപ്പൊ നിങ്ങൾ നോക്കി, എന്റെ കാല് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഒരു 30 കിലോമീറ്ററിനോട് അടുത്ത ഒരു സ്പീഡേ ഉള്ളൂ. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്താണ് വരുന്നത് ഒരു തേർഡ് ഗിയറിൽ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ തേർഡ് ഗിയർ ഇട്ട് ഓടിക്കുക. ഇനി തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് സെക്കൻഡ് കൊടുക്കേണ്ടത്? മുന്നിൽ ഒരു ഹമ്പ് അല്ലെങ്കിൽ ഒരു ഗട്ടർ ഏരിയ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ അഡ്വാൻസ് പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പം നിങ്ങൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് കുറച്ച് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം. പലരും എന്ത് ചെയ്യും, തേർഡ് ഗിയറിൽ തന്നെ വന്ന് കയറി പോകാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് ചെയ്യും, വണ്ടി അവിടെ ഓഫായി പോകുന്ന പ്രശ്നം വരും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റുന്നത് എന്താണ്, അങ്ങനെ ഒരു ഗട്ടറോ കയറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിന്റാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ബേസിക് ഐഡിയ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ മനസ്സിലേക്ക് വരും. അതായത് നിങ്ങൾ അത്യാവശ്യം വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്കുണ്ടല്ലോ, ആ ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ ഐഡിയ മനസ്സിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ചേഞ്ച് ചെയ്യും. ഇപ്പം ഞാൻ ഇങ്ങനെ സെക്കൻഡ് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ റോഡ് സ്ട്രെയിറ്റ് ആണ്, തേർഡ് ഗിയർ കൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇവിടെ ഒരാൾ വരുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മനസ്സ് പറഞ്ഞു ബ്രേക്കിലേക്ക് വരണം, വണ്ടി സ്ലോ ചെയ്യാനായിട്ട്. ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിലേക്ക് വന്നു. ആള് മാറി, വാഹനം മാറി, ഞാൻ
പതിയെ ആക്സിലറേഷൻ പെഡലിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ ഐഡിയ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരന് ബേസിക് പഠനത്തിന് ശേഷം ഇതിങ്ങനെ മനസ്സിലേക്ക് വരും. അപ്പോൾ അത് വരുന്നതിനനുസരിച്ച് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അങ്ങനെ സ്വയം ഐഡിയയിലേക്ക് ഡ്രൈവിങ്ങിനെ മാറ്റാനായിട്ട് ശ്രമിക്കണം. എപ്പോഴും അടുത്തിരിക്കുന്ന ഒരാൾ പറഞ്ഞു തരുന്നത് കേട്ട് ഓടിക്കുമ്പോൾ അയാളുടെ ഐഡിയയിലാണ് നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന ഐഡിയ നമ്മൾ കേൾക്കണം. ബേസിക് ഐഡിയകൾ നമ്മൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യണം. ബേസിക് ഐഡിയ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഐഡിയയിലേക്ക് ഡ്രൈവിംഗ് മാറ്റി. ഇനി നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ മാറ്റാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് സംഭവിക്കുന്ന മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആകാത്തൊരു വലിയൊരു പ്രശ്നം, ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകാത്ത വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലുണ്ട്. അത് നിങ്ങൾ മാറ്റണം. അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളിന് നല്ല രീതിയിലുള്ള ഒരു പ്രാധാന്യം നൽകുക. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയറിൽ വരികയാണ്. സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരുന്നു. വന്നിട്ട് വണ്ടി റോഡിൽ ഇതുകൊണ്ട് ഇവിടെ ഒരു വളവാണ്. വളവ് തിരിഞ്ഞ് വണ്ടി റോഡിൽ നേരെയായെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈ കൊണ്ട്, ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഒരു കൈ കൊണ്ട്, വലത് കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം ഇങ്ങോട്ടും ഒക്കെ തിരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ കോൺസെൻട്രേഷൻ കൊടുക്കുകയും ഇടത്തെ കൈ ഗിയർ ലിവറിലും വെച്ചുകൊണ്ട് നമ്മൾ ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ തേർഡിലേക്ക് ഇടുന്നു. അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ സിംഗിൾ ഹാൻഡ് നിങ്ങൾ ബാലൻസ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു വളവുണ്ട്. അപ്പം ഞാൻ ഇവിടെ ഒരു കൈ കൊണ്ട് നേരത്തെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കുന്നു, ഒരു കൈ ഗിയർ ലിവറെ വെച്ചേക്കുന്നു. ഇങ്ങനെ കുറച്ച് നേരം നിങ്ങൾ നേരത്തെ ബാലൻസ് ചെയ്ത് വളവിന് മുന്നമേ നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല. നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും? പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട്, ഇപ്പം ഇങ്ങനെ വരുന്നു, പെട്ടെന്ന് ഗിയർ ഇടാനായിട്ട് ഒരു കൈ ഗിയർ ലിവറെ വെച്ച് പെട്ടെന്ന് ഗിയർ ഇടും. അപ്പോൾ എന്ത് ചെയ്യും? സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റും, ഗിയർ ഷിഫ്റ്റിങ്ങും തെറ്റിപ്പോകുന്ന പ്രശ്നം വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഡ്രൈവിങ്ങിൽ സാവധാനം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ വാഹനത്തിന്റെ സെന്റർ മിററും റൈറ്റ് സൈഡിലെ മിററും നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഇടത് ചേർന്ന് പോകുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ നിർബന്ധമായിട്ട് നമ്മൾ അറിയാനായിട്ട് ഇത് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അമിത വേഗത കൊടുക്കാതിരിക്കുക. സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഒരു വേഗതയിൽ ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ പഠിക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വാഹനം നിങ്ങൾ നിർത്തിയെടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങൾ കയറ്റത്ത് വണ്ടി നിർത്തിയെടുക്കാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് എടുക്കണം. അപ്പം കയറ്റത്ത് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ വണ്ടിയെ കയറ്റത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് എടുത്തു പോകാതെ ഒരു 2-3 സെക്കൻഡ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടിയെ നിർത്താൻ പഠിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്തെടുക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല. നിങ്ങൾ ഡയറക്റ്റ് എടുത്തു പോകാൻ നോക്കും, അപ്പോൾ വണ്ടി ഓഫ് ആയി പോകും. ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു, ഞാൻ ബ്രേക്ക് കാല് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു, എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് എൻ്റെ വണ്ടി ഒരു 2 സെക്കൻഡ് ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തി. വണ്ടി ബാക്കിലേക്ക് പോകാതെ ക്ലച്ചിലും ആക്സിലറേഷനും ഇങ്ങനെ വണ്ടി നിർത്താം. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുത്തു. ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ എടുക്കാൻ പഠിക്കണം. ക്ലച്ചിലും ആക്സിലറേഷനും നിർത്തി എടുക്കാൻ പഠിക്കണം. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലച്ചിനെ ബാലൻസ് ആക്കാൻ കഴിയും. ഞാൻ പറഞ്ഞൊരു പോയിന്റ് പിടി കിട്ടിയോ? അത് ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കയറ്റത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല, നിരപ്പത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരില്ല, നിങ്ങളുടെ വണ്ടി ഒരു ട്രാഫിക്കിൽ വന്നിട്ട് എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരത്തില്ല, ഒരു ജംഗ്ഷനിൽ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരത്തില്ല. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ വളരെ ഫിയർ ഉണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ സിറ്റുവേഷനാണ്. അവിടെയൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പം ഞാൻ പറയുന്ന ഈ 5 മെത്തേഡുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കുക. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രം പ്രാക്ടീസ് എടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക.